മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സെഷൻ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ബാക്ടീരിയോളജിസ്റ്റ് മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അതിനകത്ത് സിലബസ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിനകത്ത് ഓരോ മൊഡ്യൂൾ വൈസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 ആണ് കേട്ടോ. മൊഡ്യൂൾ 1 കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First question, who was the first scientist to observe living microorganism using a simple microscope? സിമ്പിൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ആദ്യമായിട്ട് ലിവിങ് ഓർഗാനിസത്തിനെ ഒബ്സർവ് അല്ല ലിവിങ് മൈക്രോ ഓർഗാനിസത്തിനെ ഒബ്സർവ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് ആരാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഓപ്ഷൻസ് ആർ റോബർട്ട് ഹൂക്ക്, ഓപ്ഷൻ ബി ആന്റണി വാൻ ലീവൻഹൂക്ക്, സി ലൂയി പാസ്റ്റർ ആൻഡ് ഡി റോബർട്ട് കോക്ക്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ് നമുക്കെല്ലാം അറിയാം അല്ലേ? ആദ്യമായിട്ട് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആന്റണി വാൻ ലീവൻഹൂക്ക് ആണ്. ഓക്കെ, അപ്പം ആന്റണി വാൻ ലീവൻഹൂക്ക് എന്ന് പറയുന്നത് ഒരു ഡ്രേപ്പിസ്റ്റ് ആയിരുന്നു അല്ലേ? പുള്ളിയുടെ ഹോബി ആയിരുന്നു ആക്ച്വലി ഈ പറയുന്ന ലെൻസ് കളക്ട് ചെയ്യുക, അതിൽ കൂടെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഇറ്റ് വാസ് ഹിസ് ഹോബി. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് മൈക്രോസ്കോപ്പിലൂടെ ഈ പറയുന്ന ബാക്ടീരിയാസിനെയൊക്കെ കണ്ടെത്തുന്നത്. ഓക്കെ, ലീവൻഹൂക്കിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1632 to 1723 ആണ്. ആൻഡ് ഹി ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. നമുക്കറിയാം അല്ലേ, ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത് ആന്റണി വാൻ ലീവൻഹൂക്ക് ആണ്. ബിക്കോസ് ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഒബ്സർവ് ആൻഡ് അക്യുറേറ്റ്ലി ഡിസ്ക്രൈബ് ദ ലിവിങ് മൈക്രോ ഓർഗാനിസം. സോ ഹി ഈസ് കൺസിഡേർഡ് ആസ് എ ഫാദർ ഓഫ് മൈക്രോബയോളജി. ആൻഡ് അഡീഷണൽ പോയിന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്റണി വാൻ ലീവൻഹൂക്ക് ഏകദേശം 500ഓളം സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വിത്ത് മാഗ്നിഫിക്കേഷൻസ് അപ് ടു 200 to 300x. ഓക്കെ, 200 to 300x വരെയുള്ള മാഗ്നിഫിക്കേഷനിൽ 500ഓളം വരുന്ന സിമ്പിൾ മൈക്രോസ്കോപ്സ് ആര് ഉണ്ടാക്കിയിട്ടുണ്ട്? ലീവൻഹൂക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ബാക്ടീരിയ, പ്രോട്ടോസോവ, ഈസ്റ്റ്, RBC, സ്പേം സെൽസിനെയൊക്കെ ഒബ്സർവ് ചെയ്തത് ആന്റണി വാൻ ലീവൻഹൂക്ക് ആണ്. ആൻഡ് ഈ മൈക്രോ ഓർഗാനിസംസിനെ ഹി കോൾഡ് ഇറ്റ് ആസ് ആനിമൽക്യൂൾസ്. ഓക്കെ, അപ്പം ഈ മൈക്രോ ഓർഗാനിസത്തിനെ ആദ്യമായിട്ട് മൈക്രോസ്കോപ്പിലൂടെ കണ്ടു. അപ്പം ബാക്ടീരിയ എന്നോ ഒന്നും നമ്മൾ പേരിട്ടിട്ടില്ല അല്ലേ? അപ്പം ഹി ഒബ്സർവ്ഡ് ഇറ്റ് ആൻഡ് നെയിംഡ് ഇറ്റ് ആസ് ലിറ്റിൽ ആനിമൽക്യൂൾസ് എന്നാണ് പേരിട്ടത്. ഓക്കെ, ആൻഡ് ഹിസ് ഒബ്സർവേഷൻ വാസ് സെൻഡ് ടു റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ. അത് പിന്നീട് അവർ അക്സെപ്റ്റ് ചെയ്തു, വെരിഫൈ ചെയ്യുകയും ചെയ്തു. ഓക്കെ, ആൻഡ് റോബർട്ട് ഹൂക്കിനെ ഒക്കെ നോക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും ലിവിങ് ഓർഗാനിസത്തിനെ കണ്ടിട്ടില്ല. അവർ സ്റ്റെയിൻ ചെയ്ത് ഗ്രാം സ്റ്റെയിൻ ഒക്കെ കണ്ടുപിടിച്ച് അവർ സ്റ്റെയിൻ ചെയ്ത് ഒബ്സർവ് ചെയ്യുക ചെയ്തത് അല്ലേ? പക്ഷേ ലീവൻഹൂക്ക് എന്താ ചെയ്തത്? ലിവിങ് മൈക്രോ ഓർഗാനിസത്തിനെ ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്തു എന്നാണ് മറ്റൊരു പ്രത്യേകത. ഓക്കെ, second question, which experiment by Louis Pasteur conclusively disproved the theory of spontaneous generation? Okay, option A, fermentation experiment, B, swan neck flask experiment, C, anthrax vaccination experiment, and D, rabies vaccine experiment. ഓക്കെ, അപ്പൊ ലൂയി പാസ്റ്റർ പല ടൈപ്പിലുള്ള എക്സ്പെരിമെന്റ്സ് നടത്തി. ഇതിനകത്ത് ഒരു എക്സ്പെരിമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചത്? സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറയുന്ന തിയറി ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പണ്ട് കാലത്തിൽ ലൂയി പാസ്റ്ററിന് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ആൾക്കാർ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഒരു അസുഖം പെട്ടെന്ന് നമുക്ക് ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ എയറിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ബാഡ് എയറിൽ നിന്നാണ് നമുക്ക് അസുഖം വരുന്നത്. അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ലൂയി പാസ്റ്റർ എന്ന് അറിയാം ഇറ്റ് ഇസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് അല്ലേ? അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് എക്സ്പെരിമെന്റ് ആണ് ലൂയി പാസ്റ്റർ യൂസ് ചെയ്തത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, കറക്റ്റ് ആൻസർ ഇസ് സ്വാൻ നെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെന്റ് ആണ് യൂസ് ചെയ്തത്. നമുക്ക് എന്താണ് സ്വാൻ നെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെന്റ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോ ഈ ലൂയി പാസ്റ്റർ ഈ സ്വാൻ നെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെന്റിലൂടെ എന്ത് ഡിസ്പ്രൂവ് ചെയ്തു? സ്പോണ്ടേനിയസ് ജനറേഷനെ ഡിസ്പ്രൂവ് ചെയ്തിട്ട് പ്രിൻസിപ്പിൾ ഓഫ് ബയോജനസിസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇത് എങ്ങനെ ഇത് ചെയ്യുകയും ചോദിച്ചാൽ സ്വാൻ നെക്ക് എന്ന് പറയുന്ന ഫ്ലാസ്ക് ഉണ്ട്, അതായത് വലിയ എസ് ഷേപ്പിലിരിക്കുന്ന ഒരു ഫ്ലാസ്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്വാൻ നെക്ക് ഫ്ലാസ്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു എസ് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ്
ഇത് എന്താണ്, പാസ്റ്റർ എന്ത് ചെയ്തു, ന്യൂട്രിയൻ ബ്രോത്തും അതുപോലെ തന്നെ ഈ പറയുന്ന സ്വാനക് ഫ്ലാസ്കിനകത്ത് ന്യൂട്രിയൻ ബ്രോത്ത് ഒഴിച്ചിട്ട് സ്റ്റെറൈൽ ആക്കി. ഓക്കെ, ഓട്ടോക്ലേവ് ചെയ്തോ എന്തെങ്കിലും മെത്തേഡ് വെച്ചിട്ട് ഹി മെയ്ഡ് ഇറ്റ് സ്റ്റെറൈൽ. ഓക്കെ, അപ്പം ഈ കർവ്ഡ് നെക്ക് ഇതിനുണ്ട്, അതായത് ഈ ലോങ് എസ് ഷേപ്പ് ആയതുകൊണ്ട് ഒരു കർവ്ഡ് നെക്ക് ഇതിന് പ്രസന്റ് ആണ് അല്ലെ. അപ്പൊ ഈ കർവ്ഡ് നെക്ക് പ്രസന്റ് ആയതുകൊണ്ട് തന്നെ എയർ മാത്രം എന്ത് ചെയ്യും, താഴേക്ക് പോകും. ഓക്കെ, ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾ എല്ലാം ഇവിടെ ട്രാപ്പ് ആവുകയും ചെയ്യും. ഡസ്റ്റ് പാർട്ടിക്കിളും അതിൻ്റെ കൂടെ മൈക്രോ ഓർഗാൻസും ഒക്കെ ബാക്കിയുള്ളിടത്ത് ബെൻഡിന്റെ ആ ഏരിയയിൽ ട്രാപ്പ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം എത്ര നാൾ ഈ പറയുന്ന രീതിയിൽ ഈ സ്വാനൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു, അത്രയും നാൾ എന്ത് ചെയ്യത്തില്ല, ഈ ന്യൂട്രിയൻ ഗ്രോത്തിൽ മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. ഓക്കെ, ബട്ട് വൺസ് ഈ നെക്ക് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിനകത്ത് ഉണ്ടായിരുന്ന ഡസ്റ്റും മൈക്രോ ഓർഗാനിസംസും ഒക്കെ എവിടെ എത്തും, ന്യൂട്രിയൻ ഗ്രോത്തിൽ എത്തിയിട്ട് മൈക്രോ ഓർഗാനിസം പെട്ടെന്ന് എന്ത് ചെയ്തു, ഗ്രോ ചെയ്തു. ഇങ്ങനെയാണ് ഹി പ്രൂവ്ഡ് ദാറ്റ് മൈക്രോ ഓർഗാനിസം ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് നോട്ട് ഫ്രം ലിവിങ് മാറ്റർ. അത്രയും നാളും എന്താ വിചാരിച്ചിരുന്നത്, അഴുക്കെയറിൽ നിന്നാണ് ആൾക്കാർക്ക് അസുഖം വരുന്നത് അല്ലെ, ബാഡ് എയർ എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ്. അപ്പൊ അത് മാറ്റിയിട്ട് ബയോജനസിസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആര് എസ്റ്റാബ്ലിഷ് ചെയ്തു, ലൂയി പാസ്റ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, then which of the following statement is not one of the Koch postulate? നമുക്കറിയാം കോച്ച് പോസ്റ്റുലേറ്റ് 4 ഉണ്ട് അല്ലേ, ആ 4 എണ്ണത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ, the microorganism should be present in every case of the disease. Then the microorganism should be isolated in pure culture. The microorganism should produce disease when introduced into a healthy susceptible host, and the microorganism should produce antibodies in the infected host. Okay, അപ്പോൾ ഇതിനകത്ത് ഏതാണ് തെറ്റ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. മൈക്രോ ഓർഗാനിസം ഷുഡ് പ്രൊഡ്യൂസ് ആന്റിബോഡീസ് ഇൻ ദ ഇൻഫെക്റ്റഡ് ഹോസ്റ്റ്. അങ്ങനെ കോച്ച് പോസ്റ്റുലേറ്റിൽ പറയുന്നില്ല, ബാക്കി 3 എണ്ണം പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒരു മൈക്രോ ഓർഗാനിസം ഒരു ഡിസീസിന്റെ എല്ലാ, അതായത് ആ ഡിസീസ് ഉണ്ടാക്കുമ്പോൾ ആ മൈക്രോ ഓർഗാനിസം പ്രസന്റ് ആയിരിക്കണം. രണ്ടാമത്തെ എന്താണ്, ആ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ പ്യുവർ കൾച്ചറിൽ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റണം. മൂന്നാമത്തത് ഈ മൈക്രോ ഓർഗാനിസം എന്താണ്, ഹെൽത്തി സസെപ്റ്റബിൾ ഹോസ്റ്റ്, അതായത് ആനിമലിലേക്കോ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ആനിമലിലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ 3 കാര്യങ്ങളും കോച്ച് പോസ്റ്റുലേറ്റിലുള്ളതാണ്. നാലാമത്തെ കാര്യം, അതായത് ആന്റിബോഡി പ്രൊഡക്ഷന്റെ കാര്യം കോച്ച് പോസ്റ്റുലേറ്റിൽ പറയുന്നില്ല. ഓക്കെ, ഇനി റോബർട്ട് കോക്ക് കോച്ച് പോസ്റ്റുലേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഏതൊക്കെയാണ് 4 കോച്ച് പോസ്റ്റുലേറ്റ്? The microorganism must be present in every case of the disease and absent from healthy individual. It must be isolated and grown in pure culture. The cultured organism should produce the same disease when inoculated into a healthy susceptible host. അതിന്റെ ഉദ്ദേശം ആനിമൽസ്, ഹെൽത്തി ആനിമലിലേക്ക് നമ്മൾ റീഇനോക്കുലേറ്റ് ചെയ്താലും സെയിം ഡിസീസ് വരണം. And the organism must be re-isolated from the experimentally infected animals shown to be identical to the original organism. These are the 4 Koch postulates. Okay. ആൻഡ് ഇതിന് കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, ലൈക്ക് നമുക്ക് വൈറസിനെ അതുപോലെ ഒന്നും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പം ലിവിങ് സെൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വൈറസിനെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസംസ് ഉണ്ട്, ലൈക്ക് ട്രിപ്പോണിമ പലീഡിയം, അതുപോലെ തന്നെ മൈക്കോബാക്ടീരിയം ലെപ്രെ. ഇവരെയൊന്നും നമുക്ക് പ്യുവർ കൾച്ചറിൽ നമുക്ക് കൾച്ചർ മീഡിയം വെച്ചിട്ട് എന്താ പറയുക അവരെ ഗ്രോ ചെയ്തെടുക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ പല ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ഹ്യൂമൻ ഹോസ്റ്റ്, അതായത് നമ്മളിവിടെ പറഞ്ഞു സസെപ്റ്റബിൾ ഹോസ്റ്റ്, അതായത് ആനിമൽസിലേക്ക് നമുക്ക് ഇനോക്കുലേറ്റ് ചെയ്ത് ഡിസീസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ചില എന്താ പറയുക ഡിസീസസ് അല്ലെങ്കിൽ ചില ബാക്ടീരിയാസ് ലൈക്ക് സാൽമണല്ല ടൈഫേ പോലെയുള്ള ചില ബാക്ടീരിയാസ് നമുക്ക് എന്താ പറയുക ഹ്യൂമൻസിൽ മാത്രമായിരിക്കും അവർ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് എക്സെപ്ഷൻസും കൂടെ ഉണ്ട്. ഓക്കെ, which of the following is the major structural difference between gram-positive and gram-negative bacteria? Easy question ആണല്ലേ. gram-positive gram-negative തമ്മിലുള്ള structural difference ഏതാണെന്നാണ് ചോദിച്ചത്. presence of ribosome, thickness of peptidoglycan layer, presence of DNA, presence of plasma membrane. Okay, ഇതിനകത്ത് gram-positive gram-negative തമ്മിലുള്ള major structural difference എന്ന് പറയുന്നത് എന്താണ്? peptidoglycan layerൽ വരുന്ന difference ആണ് അല്ലേ.
പെപ്റ്റിഡോഗ്ലൈക്കൺ ഗ്രാം പോസിറ്റീവിന്റെ പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറയുന്നത് തിക്കർ ആയിരിക്കും അല്ലെ, അബൌട്ട് 100 ലെയർ തിക്ക് കാണും. ഗ്രാം നെഗറ്റീവിനാണെങ്കിൽ തിൻ പെപ്റ്റിഡോഗ്ലൈക്കൺ അല്ലെ, ഒരു 2 to 3 ലെയേഴ്സ് മാത്രമേ തിക്നെസ് കാണത്തുള്ളൂ. ഓക്കെ, ഗ്രാം പോസിറ്റീവിന്റെ സെൽ വോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിക് പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ ആണുള്ളത്. അതുപോലെ തന്നെ തീക്കോയിക് ആസിഡും ലിപ്പോ തീക്കോയിക് ആസിഡും പ്രസന്റ് ആണ്. ഔട്ടർ മെംബ്രെയിൻ ഇല്ല, ലിപ്പിഡ് കണ്ടന്റ് കുറവാണ്. ദെൻ ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിനെ റീറ്റെയിൻ ചെയ്തിട്ട് ഗ്രാം സ്റ്റെയിനിങ്ങിൽ പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളറിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ തിൻ പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ ആണ്. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട് which contain LPS or lipopolysaccharide. Lipid content will be high, that is 11 to 22% lipid content ഉണ്ട്. ആൻഡ് ക്രിസ്റ്റൽ വയലറ്റ് നഷ്ടപ്പെട്ടു പോകും. ഡീകളറൈസേഷൻ്റെ ടൈമിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ തിൻ ആയതുകൊണ്ട് ക്രിസ്റ്റൽ വയലറ്റ് നഷ്ടപ്പെട്ടു പോയിട്ട് കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള സഫ്രാനിൻ എടുത്തിട്ട് ഇറ്റ് അപ്പിയർ ഇൻ പിങ്ക് കളർ. ഓക്കെ, LPS is an important component of the outer membrane of gram-negative bacteria. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. Which part of LPS is responsible for the endotoxic activity? Okay, LPS ന്റെ ഏത് ഭാഗത്തിനാണ് എൻഡോടോക്സിക് ആക്ടിവിറ്റി ഉള്ളത്? ഓപ്ഷൻ എ O antigen, B core polysaccharide, C lipid A and D porin. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലിപ്പിഡ് എക്കാണ് എന്ത് ആക്ടിവിറ്റി ഉള്ളത്? എൻഡോടോക്സിക് ആക്ടിവിറ്റി ഉള്ളത്. ഓക്കെ, അപ്പം LPS ന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്? ലിപ്പിഡ് എ ഉണ്ട്, കോർ പോളിസാക്രൈഡ് ഉണ്ട്, O ആന്റിജൻ ഉണ്ട്. ഈ ലിപ്പിഡ് എ എന്ന് പറയുന്നത് ഔട്ടർ മെംബ്രെയിനിൽ എന്താണ് ആങ്കർ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ഈ പറയുന്ന ലിപ്പിഡ് എ. അതായത് LPS നെ ഔട്ടർ മെംബ്രെയിനിൽ പിടിച്ചു നിർത്തുന്ന ഒരു സ്ട്രക്ചർ ആണ് ലിപ്പിഡ് എ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് എൻഡോടോക്സിക് ആക്ടിവിറ്റി, സോ ഇറ്റ് കോസ് ഫീവർ, ഇൻഫ്ലമേഷൻ, ഹൈപ്പോടെൻഷൻ, സെപ്റ്റിക് ഷോക്ക്, DIC പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാൻ ആർക്ക് പറ്റും? ഈ ലിപ്പിഡ് എ അല്ലെങ്കിൽ എൻഡോടോക്സിന് സാധിക്കും. Then അടുത്ത സ്ട്രക്ചർ ആണ് കോർ പോളിസാക്രൈഡ്. അത് ലിപ്പിഡ് എനെയും O ആന്റിജനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്? കോർ പോളിസാക്രൈഡ് എന്ന് പറയുന്നത്, which provides structural stability. Then O antigen is highly variable, used for serotyping bacteria like Salmonella, E. coli ലൊക്കെ serotyping നമ്മൾ യൂസ് ചെയ്യുന്നതാണ് O antigen കേട്ടോ. And helps bacteria evade the immune response. ഈ O antigen വെച്ചിട്ട് നമ്മൾ വൈഡാൽ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പം അതൊക്കെ ഈ ഒരു O ആന്റിജൻ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് സീറോ ടൈപ്പിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. Then, which bacterial surface structure primarily enables motility? Motility help ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ക്യാപ്സ്യൂൾ, ഫ്ലജല്ല, പിലി ആൻഡ് ഗ്ലൈക്കോകാലിക്സ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഫ്ലജല്ല ആണ് അല്ലേ. ഫ്ലജല്ല ആണ് മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് another important thing is the examples of the different types of flagellar arrangement. Okay, flagellar arrangement മെയിൻ ആയിട്ടും 4 ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. മോണോട്രൈക്കസ്, ലോഫോട്രൈക്കസ്, ആംഫിട്രൈക്കസ്, പെരിട്രൈക്കസ്. ഈ 4ഉം എന്താണെന്നും അതിന്റെ എക്സാമ്പിളും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം മോണോട്രൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഫ്ലജൽ, ബാക്ടീരിയ ആണെങ്കിൽ ഒരു സിംഗിൾ ഫ്ലജല്ല മാത്രമേ ഉള്ളതിനെ മോണോട്രൈക്കസ് എന്ന് പറയും. എക്സാമ്പിൾ ആണ് വിബ്രിയോ കോളറ. ലോഫോട്രൈക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു എൻഡില് കുറെ ഒരു ടഫ്റ്റ് ഓഫ് ഫ്ലജല്ലം കാണുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ലോഫോട്രൈക്കസ് എന്ന് പറയും. അത് ഹെലിക്കോബാക്ടർ പൈലോറി ആണ് എക്സാമ്പിൾ. ആംഫിട്രൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻഡിലും എന്താണ്? ഓരോ ഫ്ലജല്ലം കാണും. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ആംഫിട്രൈക്കസ് എന്ന് പറയും. എക്സാമ്പിൾ ആൽക്കലിജൻസ് ഫീക്കാലിസ്. ഇനി ഈക്കോളൈ സാൽമണല്ലയിലൊക്കെ കാണുന്നതാണ് പെരിട്രൈക്കസ് ഫ്ലജല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡിയിലുടനീളം, അതായത് ഫ്ലജല്ല എല്ലായിടത്തും കാണും. ഇങ്ങനെ ബോഡിയിൽ അവരുടെ സ്ട്രക്ചറിൽ ഫുള്ളും എന്ത് കാണും? ഫ്ലജല്ല കാണുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? പെരിട്രൈക്കസ് ഫ്ലജല്ല. ഓക്കെ, അപ്പോൾ ഫ്ലജല്ല 4 ടൈപ്പ് ഉണ്ട്. മോണോട്രൈക്കസ് which means single flagella, example Vibrio cholerae. Lophotrichus means stuffed at one end, which example is Helicobacter pylori. Amphitrichus, one flagellum at each end, example Alcaligenes faecalis. And Peritrichus means flagella all around, example E. coli, Salmonella ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് വരുന്നത്. ഓക്കെ, which statement regarding bacterial ribosome is correct?
Okay, ബാക്ടീരിയൽ റൈബോസോമിനെ റിഗാർഡ് ചെയ്യുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? Option A, bacterial ribosomes are 80S and composed of 60S and 20S subunit. Ribosome are 70S and composed of 50S and 30S subunit. Ribosomes contain membrane-bound organelles. Then bacterial ribosomes synthesize peptidoglycan. Okay, ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലേ? ബാക്ടീരിയൽ റൈബോസോം എന്ന് പറയുന്നത് 70S ആണ് ആൻഡ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 50S അതുപോലെ തന്നെ 30S സബ് യൂണിറ്റും ആണ് ഉള്ളത്. ഓക്കെ, ഈ 80S എന്ന് പറയുന്നത് യൂക്കാരിയോട്സിലൊക്കെയാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ റൈബോസോംസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ സിന്തസിസിന്റെ സൈറ്റ് ആണ് റൈബോസോം എന്ന് പറയുന്നത് അല്ലെ? ബാക്ടീരിയൽ പ്രോകാരിയോട്സിന് 70S റൈബോസോംസ് ആണ് which are smaller than that of the ribosomes found in the eukaryotic cell. അപ്പോൾ ബാക്ടീരിയൽ റൈബോസോമിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 30S ഉണ്ട് 50S ഉണ്ട്. 30Sലാണെങ്കിൽ എന്തുണ്ട്? 16S rRNA ഉണ്ട് which is very important അല്ലേ? അതിനകത്ത് 21ഓളം പ്രോട്ടീൻ ഉണ്ട് and which is responsible for mRNA decoding. mRNA decodingനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ 16S rRNA എന്ന് പറയുന്നത് and plays an important role in the initiation of protein synthesis. Okay, protein synthesis initiate ചെയ്യാൻ ഒരു important role വഹിക്കുന്ന ആളും കൂടിയാണ് ഈ 30S small subunit എന്ന് പറയുന്നത്. Next is 50S large subunit. 50S large subunit contain 23S rRNA and 5S rRNA and about 34 proteins. It is responsible for peptide bond form ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന 50S subunit, which is the larger subunit. Okay. Next, which bacterial structure protects the organism from phagocytosis and enhances virulence? Okay, ഏത് ബാക്ടീരിയൽ സ്ട്രക്ചർ ആണ് ഓർഗാനിസത്തിനെ ഫാഗോസൈറ്റോസിസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ വിരുലൻസ് എൻഹാൻസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഫ്ലജല്ല, ക്യാപ്സ്യൂൾ, പിലി, എൻഡോസ്പോർ. ഓക്കെ, ഫാഗോസൈറ്റോസിസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ്? കറക്റ്റ് ആൻസർ ഇസ് ക്യാപ്സ്യൂൾ ആണ് അല്ലേ? ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഫ്ലജല്ല എന്ന് പറയുമ്പോൾ മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും. പിലി എന്ന് പറയുന്നത് കോൺജുഗേഷന് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ അറ്റാച്ച്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് പിലി. എൻഡോസ്പോർ എന്ന് പറയുന്നത് ഒരു റെസ്റ്റിംഗ് സ്ട്രക്ചർ അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റേജിനെയാണ് നമ്മൾ എൻഡോസ്പോർ എന്ന് പറയുന്നത്. ക്യാപ്സ്യൂൾ മാത്രമാണ് ഫാഗോസൈറ്റോസിസിനെ ഹെൽപ്പ് ചെയ്തിട്ട് ഫാഗോസൈറ്റോസിസിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വിറുലൻസിനെ എൻഹാൻസ് ചെയ്യുന്ന സ്ട്രക്ചർ ഇസ് ക്യാപ്സ്യൂൾ. Okay, our capsule is a well-organized gelatinous layer surrounding the bacterial cell wall. It is one of the most important virulence factor of pathogenic bacteria and composition നോക്കുകയാണെങ്കിൽ polysaccharide ഉണ്ട് and occasionally polypeptide. Polypeptide ന്റെ example ആണ് Bacillus anthracis. അത് ഓർത്തിരുന്നോളൂ കേട്ടോ. നോർമലി capsule എന്ന് പറയുന്നത് polysaccharide ആണ്, പക്ഷെ പോളിപെപ്റ്റൈഡ് ക്യാപ്സ്യൂൾ ഉണ്ട്. ആർക്കാണ് കാണുന്നത്? ബാസിലസ് ആന്ത്രാസിസിനാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരുന്നോളാം. നെക്സ്റ്റ് എക്സാമ്പിൾസ് നോക്കാം. ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയാസിന്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയെ, ക്ലെപ്ഷിയല്ല നിമോണിയെ, then Haemophilus influenza type D, Neisseria meningitidis, Bacillus anthracis ഒക്കെയാണ് capsulated bacteriasന്റെ എക്സാമ്പിൾ. അത് ഓർത്തിരുന്നോളൂ കേട്ടോ, കുറച്ച് എക്സാമ്പിൾസ് ഓർത്തിരുന്നോളൂ. അതുപോലെ തന്നെ ക്യാപ്സ്യൂൾ ഡെമോൺസ്ട്രേഷൻ നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവ് സ്റ്റെയിനിങ്, ഇൻജായിങ്, അതുപോലെ തന്നെ ക്വല്ലൻ റിയാക്ഷൻ. ക്വല്ലൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ക്യാപ്സുലാർ സ്വെല്ലിംഗ് ആണ് മെയിൻലി സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ആക്ച്വലി അതൊരു സിറോളജിക്കൽ ടെസ്റ്റ് ആണ്, സ്റ്റെയിനിങ് അല്ല, സിറോളജിക്കൽ ടെസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ബർഗീസ് മാനുവൽ is primarily used for. ബർഗീസ് മാനുവൽ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ആന്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ, ഡയഗ്നോസിസ് ഓഫ് വൈറൽ ഇൻഫെക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ബാക്ടീരിയൽ കൾച്ചേഴ്സ്. ബർഗീസ് മാനുവൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഇസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ അല്ലെ? ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്യാനും അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ബർഗീസ് മാനുവൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബർഗീസ് മാനുവൽ ഇസ് ദ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ റെഫറൻസ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ, nomenclature and identification of bacteria and archaebacteria. Okay, and types of Burgess manual രണ്ട് type ഉണ്ട്. Burgess manual of determinative bacteriology and systematic bacteriology.
ഓക്കെ, അതിനകത്ത് ഡിറ്റർമിനേറ്റീവ് ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ ലാബ് ഐഡന്റിഫിക്കേഷൻ, അതായത് മോർഫോളജി, സ്റ്റെയിനിങ്, ബയോകെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അതിനകത്ത് പറയുന്നത്. സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നതാണ് ഫൈലോജനി ഒക്കെ വന്നിട്ട്, അത് ജീനോം സീക്വൻസിങ് വഴി നമ്മൾ ക്ലാസിഫൈ ചെയ്ത് സയന്റിഫിക് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിസ്റ്റമിക് ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, which molecular method is considered the gold standard for identifying unknown bacterial spores? Okay, ഏത് molecular method വെച്ചിട്ടാണ് നമ്മൾ unknown bacterial spores നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, bacterial species നെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന molecular method? gram staining, catalase test, cystinous rRNA sequencing, oxidase test. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? മോളിക്കുലർ മെത്തേഡ് എന്ന് ചോദിക്കുമ്പോഴേ ബാക്കി ഓപ്ഷൻസ് എല്ലാം എന്താണ്, ഗ്രാം സ്റ്റെയിനിങ്, അതുപോലെ തന്നെ കാറ്റലൈസ് ടെസ്റ്റ്, ഓക്സിഡൈസ് ടെസ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് നോർമൽ നമ്മുടെ ലാബിൽ ചെയ്തത്, ഒരിക്കലും മോളിക്കുലർ മെത്തേഡ് അല്ല. മോളിക്കുലർ മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? സിസ്റ്റീനസ് rRNA ജീൻ സീക്വൻസിങ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, so Cysteine rRNA gene is highly conserved among bacteria while containing variable regions that distinguish different species. പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ DNA നമ്മൾ ബാക്ടീരിയത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും ആദ്യം, എന്നിട്ട് നമ്മൾ PCR വഴി എന്ത് ആംപ്ലിഫൈ ചെയ്യും? ഈ സിസ്റ്റീനസ് rRNA ജീനെ ആംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള DNA നമ്മൾ സീക്വൻസ് ചെയ്യും. Okay, and this sequence is compared with നമ്മുടെ ഡാറ്റാബേസ് ഉണ്ട്, NCBI, ജൻബാങ്കിലൊക്കെ ഡാറ്റാബേസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഡാറ്റാബേസ് വെച്ചിട്ട് നമുക്ക് കിട്ടിയ DNA സീക്വൻസ് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏത് ഓർഗാനിസം ആണെന്ന് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിസ്റ്റീനസ് rRNA ജീനാണ്. Which of the following bacterial cell wall components is unique to gram-positive bacteria? Gram-positive bacteria മാത്രം കാണുന്ന സ്ട്രക്ചർ ഏതാണ്? LPS, teichoic acid, lipid A, porin, proteins. Okay, ഇതിനകത്ത് ഏതാണ് gram-positive bacteria കാണുന്നത്? Correct answer is teichoic acid അല്ലേ? teichoic acid ആണ് gram-positive കാണുന്നത്. ബാക്കി മൂന്നെണ്ണം gram-negative കാണുന്ന സ്ട്രക്ചേഴ്സ് ആണ് അല്ലേ? അപ്പോൾ teichoic acid എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് പോളിമർ ആണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോളിൽ മാത്രമാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് ഇസ് കോവാലന്റ്ലി ലിങ്ക്ഡ് ടു പെപ്റ്റിഡോഗ്ലൈക്കൺ ഓർ ദ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ഹാസ് സെവറൽ ഫങ്ഷൻസ്. എന്തൊക്കെയാണ് എന്താ പറയുക, ടൈപ്സ് ഓഫ് teichoic acid നോക്കുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് സെൽ വോൾ teichoic acid ഉണ്ട്, ലിപ്പോ teichoic acid ഉണ്ട്. സെൽ വോൾ teichoic acid പെപ്റ്റിഡോഗ്ലൈക്കണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? സെൽ വോളിന് റിജിഡിറ്റി കൊടുക്കുക എന്നുള്ളതാണ് സെൽ വോൾ teichoic acidന്റെ ഫംഗ്ഷൻ. ലിപ്പോ teichoic acid എന്ന് പറയുമ്പോൾ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ആങ്കർ ചെയ്തെടുത്തു, അവർക്ക് ലിപ്പിഡ് മോളിക്യൂൾസ് ഉള്ളതുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ആങ്കർ ചെയ്ത് നിർത്തിയിട്ട് ഈ പെപ്റ്റിഡോഗ്ലൈക്കഡിലുടനീളം ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. അതാണ് ലിപ്പോ teichoic acid. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ ഒക്കെ ഫിഗർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഫിഗർ വെച്ചിട്ട് ഓർത്തിരുന്നാൽ മതിയാവും. Which statement regarding bacterial plasma membrane is correct? Okay, bacterial plasma membrane പറ്റി പറയുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? Contain cholesterol as the major structural component. It is a site of ATP generation through oxidative phosphorylation. It is composed mainly of cellulose. It contains membrane-bound mitochondria. Correct answer is it is a site of ATP generation through oxidative phosphorylation. അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം വിച്ച് ഇസ് എ സെലക്റ്റീവ്ലി പെർമിബിൾ അല്ലെങ്കിൽ സെമി പെർമിബിൾ മെംബ്രെയിൻ ആണ് അല്ലേ? മെയിൻ ആയിട്ടും ഫോസ്ഫോലിപ്പിഡ്സും പ്രോട്ടീൻസും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്ടീരിയക്ക് എന്ത് ലാക്കിംഗ് ആണ്? മൈറ്റോകോൺട്രിയ ഇല്ല. അതുകൊണ്ട് ഈ പ്ലാസ്മ മെംബ്രെയിനിലാണ് എനർജി പ്രൊഡ്യൂസിങ് പ്രോസസ്സുകളെല്ലാം നടക്കുന്നത്. ഓക്കെ, which of the following bacteria lacks a cell wall? cell wall ഇല്ലാത്ത ബാക്ടീരിയയുടെ എക്സാമ്പിൾ: Bacillus anthracis, Mycoplasma pneumoniae, Escherichia coli and Staphylococcus aureus. Correct answer ഏതാണ്? സെൽ വോൾ ഇല്ലാത്ത ബാക്ടീരിയ ഏതാണ്? മൈക്കോപ്ലാസ്മ ന്യൂമോണിയ ആണ് അല്ലേ? സെൽ വോൾ ഇല്ലാത്ത ബാക്ടീരിയക്ക് പറയുന്നത് ഏതാണ്? മൈക്കോപ്ലാസ്മ ന്യൂമോണിയ അല്ലെങ്കിൽ സെൽ വോൾ ഡെഫിഷ്യന്റ് ബാക്ടീരിയ ആണ് മൈക്കോപ്ലാസ്മ ന്യൂമോണിയ എന്ന് പറയുന്നത്. And it is the smallest free living bacterium. Another point ആണ് കേട്ടോ. Smallest free living bacterium is also Mycoplasma, and
is unique because it lacks a peptidoglycan cell wall. അപ്പോൾ peptidoglycan ഇല്ലാത്തതുകൊണ്ട് സെൽ മെംബ്രെയിനിൽ എന്തുണ്ട്, സ്റ്റിറോൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ പ്രസന്റ് ആണ്. സെൽ വാൾ ഇല്ലാത്തതുകൊണ്ട് ആ റിജിഡിറ്റി ഇല്ല, ആ ഒരു ഷേപ്പിന് ആ ഒരു റിജിഡ് ഷേപ്പ് കാണത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് പ്ലിയോമോർഫിക് ആണ്, പല ഷേപ്പിൽ കാണുന്ന ഒരു ബാക്ടീരിയ ആണ് ആര്, ഈ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ആൻഡ് ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സിനോട് റെസിസ്റ്റന്റ് ആണ്. ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്കിന്റെ പ്രത്യേകത എന്താ, അവർ സെൽ വോളിലാണ് ആക്ട് ചെയ്യുന്നത്, സെൽ വോളിന്റെ പെപ്റ്റിഡോഗ്ലൈക്കണിലാണ് അവർ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, അതില്ലാത്തത് കൊണ്ട് ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സിന് ആക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാക്ടീരിയൽ ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്യും, വളരെ സ്മോൾ ആയതുകൊണ്ട് ബാക്ടീരിയൽ ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയും കൂടിയാണ് മൈക്കോപ്ലാസ്മ. അപ്പോൾ മൈക്കോപ്ലാസ്മയുടെ ഈ എക്സെപ്ഷൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. Which of the following bacterial surface structure is primarily involved in genetic exchange during conjugation? Okay, conjugationന്റെ സമയത്ത് ഏത് സ്ട്രക്ചർ ആണ് ജനറ്റിക് എക്സ്ചേഞ്ചിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഫ്ലജല്ല, ഓപ്ഷൻ ബി സെക്സ് പൈലി, ഓപ്ഷൻ സി ക്യാപ്സ്യൂൾ ആൻഡ് ഡി ഗ്ലൈക്കോകാലിക്സ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണ്? സെക്സ് പിലി ആണ് അല്ലെ, സെക്സ് പൈലസ് അല്ലെങ്കിൽ സെക്സ് പിലി ആണ് ജനറ്റിക് എക്സ്ചേഞ്ചിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ സെക്സ് പിലിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സെക്സ് പിലി എന്ന് പറയുന്നത് നോർമൽ പിലി പോലെയല്ല. നോർമൽ പിലിയുടെ ഫംഗ്ഷൻ എന്താണ്? അറ്റാച്ച് ചെയ്തിരിക്കുക എന്നുള്ളതാണ് നോർമൽ പിലിയുടെ ഫംഗ്ഷൻ. സെക്സ് പിലി എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണ് മെയിൻ ആയിട്ടും കാണുന്നത്. ആൻഡ് ബാക്ടീരിയൽ കോൺജുഗേഷനിൽ ഇതെന്ത് ചെയ്യും, ജനറ്റിക് മെറ്റീരിയൽ ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിലേക്ക് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഈ സെക്സ് പിലി. ഓക്കെ, അപ്പം ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡോണറിനെ നമ്മൾ എഫ് പ്ലസ് എന്ന് പറയും, ആൻഡ് റെസിപ്പിയന്റിനെ നമ്മൾ എഫ് മൈനസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ സെക്സ് പിലി എന്ത് ചെയ്യും, ഈ ഡോണറിൽ നിന്ന് ഒരു സെക്സ് പിലി ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ, ഒരു പാലം പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ ഇതുവഴി ആരിലെത്തിക്കും, റെസിപ്പിയന്റിലേക്ക് എത്തിക്കും. അങ്ങനെ റെസിപ്പിയന്റും എഫ് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം എഫ് മൈനസ് ആയിരുന്ന ഒരു ബാക്ടീരിയനെ എഫ് പ്ലസ് ആക്കി മാറ്റാനായിട്ട് ഇവർക്ക് സാധിക്കും. ആൻഡ് ഈ പ്ലാസ്മിഡ്, ട്രാൻസ്ഫർ ഓഫ് പ്ലാസ്മിഡ് ക്യാരിയിങ് ജീൻസ് ഫോർ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ്, വിറുലൻസ് ഫാക്ടേഴ്സ്, ടോക്സിൻ പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള ജീൻസ് ആണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് പ്രൊമോട്ട് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പൊ സെക്സ് പിലി വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ നടത്തിയിട്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ കോഡ് ചെയ്യുന്ന ജീൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യും, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പം മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയാസ് ഡെവലപ്പ് ചെയ്യാൻ കാരണമാകും. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് ദിസ് കോൺജുഗേഷൻ വഴി MDR ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ് ESBL പ്രൊഡ്യൂസിങ് ഈക്കോളി, അതുപോലെ തന്നെ ക്രാബ് എന്ന് പറയുമ്പോൾ കാർബാപ്പനം റെസിസ്റ്റന്റ് അസിനോടോബാക്ടർ ബോമാണി, പിന്നെ കാർബാപ്പനം റെസിസ്റ്റന്റ് ക്ലബ്ഷിയല്ല ന്യൂമോണിയ, ദെൻ മാങ്കോമൈസിൻ റെസിസ്റ്റന്റ് എൻഡ്രോകോക്കെ, ഇങ്ങനെയുള്ളതെല്ലാം എന്താണ്, ഈ ഒരു ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ വഴിയാണ് അല്ലെങ്കിൽ കോൺജുഗേഷൻ വഴിയാണ് ഈ പിലി വഴി ഈ പറയുന്ന ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ഒരു ബാക്ടീരിയയിൽ നിന്ന് അടുത്ത ബാക്ടീരിയയിലേക്ക് എത്തിയത് കേട്ടോ. Then, which antibiotic inhibits bacterial RNA synthesis? നമുക്ക് പല ടൈപ്പിലുള്ള ആന്റിബയോട്ടിക്സ് ഉണ്ട് അല്ലേ, അതായത് പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവരുണ്ട്, സെൽ വാൾ സിന്തസിസ്, DNA സിന്തസിസ്, RNA സിന്തസിസ്. പ്രോട്ടീനിൽ തന്നെ 30S ഉണ്ട്, അതുപോലെ തന്നെ 50Sനെ സിന്തസൈസ് ചെയ്യുന്ന ഇൻഹിബിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മളോട് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്, RNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ്? ഓപ്ഷൻ എ റിഫാംപിസിൻ, പെനിസിലിൻ, ജെൻഡാമൈസിൻ, ക്ലോറാംഫെനിക്കോൾ. കറക്റ്റ് ആൻസർ ഇസ് റിഫാംപിസിൻ ആണ് കേട്ടോ RNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. റിഫാംപിസിൻ എന്താ ചെയ്യുന്നത്, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, DNA വെച്ച് RNA സിന്തസൈസ് ചെയ്യുന്ന എൻസൈമാണ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. അപ്പം ഈ DNA വെച്ച് RNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന എൻസൈം അവിടെ ഇല്ല, അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, RNA സിന്തസിസ് നടക്കത്തില്ല. അങ്ങനെ RNA സിന്തസിസ് ഇല്ലാതെ ബാക്ടീരിയക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല അല്ലെ, ട്രാൻസ്ലേഷൻ നടക്കത്തില്ല, അങ്ങനെ സെൽ ഡെത്ത് സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് റിഫാംപിസിൻ പോലെയുള്ള RNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സിന്റെ ഫംഗ്ഷൻ.
ആൻഡ് ബാക്ടീരിയസിഡൽ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പല ബാക്ടീരിയാസിനെതിരെയും ഈ റിഫാംപിസിൻ വളരെ നല്ലൊരു ഡ്രഗാണ്. പക്ഷേ നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് റിഫാംപിസിൻ നമ്മൾ കൂടുതലായിട്ടും റിസർവ്, അതായത് ഈ ട്യൂബർക്ലോസിന്റെ ഒരു പ്രത്യേകത എന്താണ്, റെസിസ്റ്റൻസ് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ റിഫാംപിസിൻ പോലെയുള്ള ചില ഡ്രഗുകൾ നമ്മൾ എന്ത് ചെയ്യും, മിസ്യൂസ് ചെയ്യാതെ സൂക്ഷിച്ചു വെക്കും, റിസർവ് ചെയ്ത് വെക്കും. only for TBക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ കൊടുക്കുന്നതാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോറി, റിഫാംപിസിൻ എന്ന് പറയുന്നത്. Then, which of the following considered as the gold standard for hand hygiene in hospitals when hands are not visibly soiled? അതാണ് important. Hands visibly soiled അല്ലാത്തപ്പോൾ ഏത് ഹാൻഡ് ഹൈജീൻ മെത്തേഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? Washing with plain water, soap and water, alcohol based hand rub, detergent solution. Correct answer ഏതാണ്? Alcohol based hand rub അല്ലേ? കയ്യിൽ പ്രത്യേകിച്ച് അഴുക്കൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഹാൻഡ് റബ്ബ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? According to WHO, ABHR are preferred method for hand hygiene when hands are not visibly dirty. Advantages എന്താണ്? റാപ്പിഡ് ആയിട്ടുള്ള ആക്ഷൻ ആണ് അല്ലേ? 30 seconds മതി. റാപ്പിഡ് ആന്റിമൈക്രോബിയൽ ആക്ഷൻ ആണ്. മോസ്റ്റ് ബാക്ടീരിയ വൈറസിനെയൊക്കെ കില്ല് ചെയ്യും. പ്ലസ് ടൈം മതി. അതുപോലെ തന്നെ ഈസിലി അവൈലബിൾ ആണ്. വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസും കുറവാണ്. എപ്പോഴും കൈ സോപ്പ് ഇട്ട് കഴുകി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം കൈക്ക് ഇറിറ്റേഷൻ വരാം. അപ്പം അതൊന്നും ഇല്ല. ഹാൻഡ് റബ്ബ് ഉപയോഗിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. Then, which of the following statement about beta-lactam antibiotic is correct? Inhibit bacterial protein synthesis, inhibit bacterial DNA replication, inhibit bacterial cell wall synthesis by binding to PVP, then inhibit folic acid synthesis. Correct answer is beta-lactam antibiotics എന്താ ചെയ്യുന്നത്? സെൽ വോൾ സിന്തസിസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് അല്ലേ? They inhibit the cell wall synthesis എങ്ങനെയാണ്? By binding to penicillin binding protein. സെൽ വോളിലുള്ള പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീനെയാണ് ഇവർ ബൈൻഡ് ചെയ്തിട്ടാണ് സെൽ വോൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബീറ്റാലാക്ടം ആർ ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആന്റിബയോട്ടിക്. എക്സാമ്പിൾ ഏതാണ്? നമ്മുടെ പെനിസിലിൻ, അതുപോലെ തന്നെ നമ്മുടെ കാർബാപ്പനംസ്, സെഫലോസ്പോറിൻസ്. കാർബാപ്പനംസിനകത്ത് വരുമ്പോൾ നമ്മുടെ ഇമീപ്പനം, മീറോപ്പനം, ഇർട്ടാപ്പനം, ഡോറിപ്പനം ഇങ്ങനെയുള്ളത്. സെഫാലോസ്പോറിൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് നമ്മുടെ എന്താണ്, സെഫിക്സിം, സെഫാലോത്തിൻ, സെഫിറോക്സിൻ, ഇങ്ങനെയുള്ള കുറേ ഡ്രഗ്സ് ഉണ്ട് അല്ലേ? 5 ജനറേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം എന്താണ്? സെഫാലോസ്പോറിൻസിലാണ്. പെൻസിലിൻസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അമിനോ പെൻസിലിൻ ഉണ്ട്, സ്യൂഡോമോണസ് ഇൻഹിബിറ്റിംഗ് പെൻസിലിൻ, അങ്ങനെ പല ടൈപ്പ് ഓഫ് പെൻസിലിൻ ഉണ്ട് അല്ലേ? പെരാസിലിൻ പോലെയുള്ള സ്യൂഡോമോണസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന പെൻസിലിൻ ഉണ്ട്. അതുപോലെ തന്നെ അമോക്സിസിലിൻ ഉണ്ട്. അങ്ങനെ കുറേ ഡ്രഗ്സ് ഉണ്ട് ഈ ബീറ്റലാക്ടം ആന്റിബയോട്ടിക്സ്. അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ബീറ്റലാക്ടം റിംഗ് ഉണ്ട്. ഈ ബീറ്റലാക്ടം റിംഗ് ആണ് ഇതിനകത്ത് എസെൻഷ്യൽ ആയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ, ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിനിലുള്ള PBPയിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ട്രാൻസ്പെപ്റ്റിഡേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ട്രാൻസ്പെപ്റ്റിഡേഷൻ ഇസ് എ ഫൈനൽ സ്റ്റെപ്പ് ഇൻ പെപ്റ്റിഡോഗ്ലൈക്കൻ സിന്തസിസ്. ഓക്കെ, ആൻഡ് എന്ത് സംഭവിക്കും? പെപ്റ്റിഡോഗ്ലൈക്കന്റെ ക്രോസ് ലിങ്കിങ്ങിനെ പ്രിവെന്റ് ചെയ്യും. അങ്ങനെ ബാക്ടീരിയയുടെ സെൽ വോളിനെ വീക്കൻ ആക്കുന്നു. ഓസ്മോട്ടിക് ലൈസിസ് ഉണ്ടായി ബാക്ടീരിയ ഡെത്ത് സംഭവിക്കുന്നു. ഓക്കെ, അതാണ് ബീറ്റലാക്ടം ആന്റിബയോട്ടിക്സിന്റെ പ്രത്യേകത. ഓക്കെ, എന്താണ്? ദേ ബൈൻഡ് ടു PVP, ഇൻഹിബിറ്റ് ട്രാൻസ്പെപ്റ്റിഡേഷൻ, പ്രിവെന്റ് ക്രോസ് ലിങ്കിങ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൺ, weaken the bacterial cell wall, cause osmotic lysis and bacterial death. Okay. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്പ്ലനേഷനിൽ നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റു ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ഹിൻ്റാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.